മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖിളിർ നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത വളരെ ഫലമുള്ള വലിയ ഫലങ്ങളുള്ള ഒരു വിർദാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഖിളിർ നബി വഴിയും ഒരുപാട് മഹാന്മാർ വഴിയും വലിയ വലിയ സൂഫിയാക്കളും പണ്ഡിതന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തിയ നല്ല ഫലമുള്ള ഒരു അമലാണ്, ഒരു അദ്കാറാണ്, ഒരു വിർദാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് അൽ മുസബ്ബഅത്തുൽ അശ്ർ, അൽ മുസബ്ബഅത്തുൽ അശ്ർ എന്നാണ് ഇതിനെ പറയാ. മുസബ്ബഅത്തുൽ അശ്ർ എന്ന് പറഞ്ഞാൽ 7 തവണയായി പതിവാക്കേണ്ട 10 കാര്യങ്ങൾ എന്നാണ്. അപ്പൊ ഇതിൽ 10 കാര്യങ്ങൾ ഉണ്ടാകും. ഈ 10 കാര്യങ്ങൾ 7 തവണയായിട്ടാണ് പതിവാക്കേണ്ടത്. അതാണ് അൽ മുസബ്ബഅത്തുൽ അശ്ർ എന്ന് പറയുന്നത്. മഹാനരായ നമ്മളൊക്കെ സാധാരണ ഓതാറുള്ള ദലായിലുൽ ഖൈറാത്ത് ഉണ്ടല്ലോ, ദലായിലുൽ ഖൈറാത്ത് പതിവാക്കുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടാവും എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ. ആ ദലായിലുൽ ഖൈറാത്തിന്റെ രചയിതാവ് മഹാനരായ സുലൈമാനുൽ ജസൂലി തങ്ങള്, അവര് വഴിയും അവർക്ക് ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴിയാണെന്നും അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ആ വഴിയൊക്കെ ആയിട്ട് ഒരുപാട് മഹാന്മാർ ദിനേന പതിവാക്കുന്ന ഒരു വിർദാണ് ഈ അൽ മുസബ്ബഅത്തുൽ അശ്ർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കുന്നതോടുകൂടെ നിങ്ങൾക്കൊരു പക്ഷേ ഇത് ആദ്യത്തെ അറിവായിരിക്കാം, അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ പതിവാക്കുന്നവരുണ്ടായിരിക്കാം. ആരാണെങ്കിലും പതിവാക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ. ഇത് ഇതുവരെ ഇത്തരം വിഷയങ്ങൾ കേൾക്കാത്തവർക്ക് ഇത് പുതിയ അറിവായി എന്ന രൂപത്തിൽ അവര് ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുന്നവർ പതിവാക്കട്ടെ. ഇത് എപ്പോഴാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നെല്ലാം കൃത്യമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നല്ല അമലുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരിട്ട് കാണാനുള്ള അവസരം ഇനി ജനുവരി മാസത്തിലാണ് ഉള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി ഫോൺ കോൾ ചെയ്യാതെ വാട്സാപ്പ് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ മെസ്സേജ് അയച്ച് മാത്രം കോണ്ടാക്ട് ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, അതിന്റെ പരിഹാരം ചോദിച്ചവര്, വ്യത്യസ്തങ്ങളായ ജീവിതത്തിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നീറുന്ന വ്യതകൾ, അവരുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, അല്ലാഹു എല്ലാവർക്കും വലിയ പരിഹാരം നൽകണം. അല്ലാഹ് ഓരോരുത്തർക്കും ഓരോ അമലുകൾ നാം കൊടുക്കാറുണ്ട്. ഓരോരുത്തരും ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ പലരുടെയും വീടുകളിൽ പോയി അവർക്ക് പറഞ്ഞു കൊടുത്തതുണ്ട്, ചെയ്തു കൊടുത്തതുണ്ട്. അല്ലാഹുവേ ആ അമലുകളിലെല്ലാം നീ നല്ല ഫലവും നല്ല റിസൾട്ടും നൽകണം. അല്ലാഹ് ഒരുപാട് ആളുകൾ നമ്മോട് ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, പ്രയാസങ്ങള് പരിഹരിച്ച് കിട്ടിയ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്, ഈ ശ്രമത്തിന്, അതിന് വലിയ അത് ഒരു പരിഹാരമാകുന്നുണ്ട് എന്നറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എല്ലാ രോഗങ്ങളും നൽകുന്നതും എല്ലാം ശിഫയാകുന്നതും. അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കുക, ചൊല്ലേണ്ട ഔറാദുകൾ ചൊല്ലുക, അമലുകളൊക്കെ ചെയ്യുക, നിസ്കാരങ്ങൾ ഒഴിവാക്കാതിരിക്കുക. 5 വഖത്ത് നിസ്കാരം വിശേഷിച്ചും ജീവിതത്തിൽ നിന്ന് ഒരു നിലക്കും ഒഴിവാകുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകട്ടെ. അപ്പൊ അൽ മുസബ്ബഅത്തുൽ അശ്ർ എന്ന് പറയുന്ന ഈ 10 കാര്യങ്ങൾ, ഈ 10 കാര്യങ്ങൾ 7 തവണയായിട്ടാണ് പതിവാക്കേണ്ടത്. ഇത് എപ്പോഴൊക്കെയാണ് ഇത് ചൊല്ലേണ്ടത്? ഇതിനെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം. ഇത് ചൊല്ലേണ്ടത് എങ്ങനെയാണ്? ഇത് ചൊല്ലേണ്ടത് കുല്ല യൗമിൻ മർറ, എല്ലാ ദിവസവും. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം എല്ലാ ദിവസവും തുഖറഉ സ്വബാഹൻ വ മസാ, തഖറഉ സ്വബാഹൻ വ മസാ. ഇത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലണം. അപ്പൊ രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലലാണ് ഏറ്റവും അഫ്ളലായ രൂപം. മനസ്സിലായല്ലോ? അപ്പൊ ഈ പറയാൻ പോകുന്നത് രാവിലെയും വൈകുന്നേരവും ചൊല്ലലാണ് ഏറ്റവും അഫ്ളലായ രൂപം. അല്ലെങ്കിൽ പിന്നെ ഔ കുല്ല യൗമിൻ മർറ, ഒരു ദിവസത്തിൽ ഒരു തവണ. അപ്പൊ ആദ്യം പറഞ്ഞ അങ്ങനല്ല, ആദ്യം പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും, കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം.
അല്ലെങ്കിൽ ഔ കുല്ല ജുമുഅത്തിൻ മറ, വെള്ളിയാഴ്ച ദിവസം ഒറ്റ പ്രാവശ്യം ചൊല്ലാം. അല്ലെങ്കിൽ ഔ കുല്ല ഷഹരിൻ മറ, ഒരു മാസത്തിൽ ഒരു തവണ. അല്ലെങ്കിൽ ഔ കുല്ല സനത്തിൻ മറ, വർഷത്തിൽ ഒരിക്കൽ. ഈ രൂപത്തിലാണ് ഇത് ചൊല്ലേണ്ടത്. ഇതിന് ഏറ്റവും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളത് എപ്പോ ചൊല്ലലാണ്? ഇത് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും, സ്വബാഹം വ മസാ, രാവിലെയും വൈകുന്നേരവും ചൊല്ലലാണ് ഏറ്റവും നല്ലത്. രാവിലെയും വൈകുന്നേരവും ചൊല്ലുമ്പോൾ തന്നെ അതിന് മഹാന്മാർ സമയം പറഞ്ഞിട്ടുണ്ട്. അതെപ്പോ ചൊല്ലണം? രാവിലെയും വൈകുന്നേരവും ചൊല്ലുമ്പോൾ തന്നെ ഈ ഫോൺ കോളുകൾ വന്നിട്ട് മൊബൈൽ ഫോൺ നോക്കാൻ തന്നെ ചില സമയത്ത് കഴിയില്ല. ഈ രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന സമയത്ത് തന്നെ അത് ചൊല്ലേണ്ട വളരെ ഫലവത്തായ സമയം എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിന്റെ മുമ്പും സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പും ചൊല്ലലാണ് ഏറ്റവും അഫ്ളലായ രൂപം. അങ്ങനെ ചൊല്ലലാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചൊല്ലേണ്ട കൃത്യമായ രൂപം മനസ്സിലായല്ലോ, ചൊല്ലേണ്ട സമയം മനസ്സിലായില്ലേ? എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും, അല്ലെങ്കിൽ ദിവസത്തിൽ ഒരിക്കൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒരിക്കൽ, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ പിന്നെ വർഷത്തിലൊരിക്കൽ. ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്. ഏറ്റവും നല്ലത് രാവിലെയും വൈകുന്നേരവും ചൊല്ലാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ചൊല്ല, അല്ലെങ്കിൽ ഒരു ദിവസം ഒരിക്കലെങ്കിലും ചൊല്ല. ആ രൂപത്തിൽ പതിവാക്കാൻ. നിങ്ങൾക്ക് ഏത് രൂപത്തിൽ പതിവാക്കാനാണ് ആഗ്രഹം എന്നുള്ളത്, പതിവാക്കുന്ന രൂപം അത് പതിവാക്കിക്കൊണ്ടേ മതി. അതാണ് നിങ്ങളിപ്പോൾ ഏറ്റെടുക്കുന്നത്. മാസത്തിൽ ഒരിക്കൽ ചൊല്ലാനാണെങ്കിൽ എല്ലാ മാസവും അത് പതിവാക്കി ചൊല്ലാം. ഈ ദായിമായി ചൊല്ലുന്നതിന് നല്ല ഫലമുണ്ട് എന്നാണ്. അപ്പോൾ മാസത്തിലൊരിക്കലാണ് നിങ്ങൾ നിയ്യത്ത് കരുതിയെന്നുണ്ടെങ്കിൽ അത് പിന്നെ മുറിയാതിരിക്കുക. അതല്ല, നിങ്ങൾ ദിവസത്തിലൊരിക്കലാണ് ചൊല്ലാൻ നിയ്യത്താക്കിയെന്നുണ്ടെങ്കിൽ ആ ദിവസത്തിലൊരിക്കൽ എന്നുള്ളത് നിങ്ങൾ മുറിക്കാതിരിക്കുക. അപ്പൊ പതിവായി ചൊല്ലുന്നതിന് നല്ല എഫക്റ്റ് ഉണ്ടാവുന്ന, പതിവാക്കി ചെയ്യുന്നതിന്. എപ്പോഴെങ്കിലും ചെയ്യുക എന്നുള്ളതിന് ഉപരിയായിട്ട് ചെയ്യുന്ന സമയം ഏതാണെന്ന് ആദ്യം മനസ്സിൽ കരുതുക. എന്നിട്ട് ആ ഏറ്റെടുത്ത സമയം കൃത്യമായി ഒഴിവാക്കാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ഫലങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്ത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇത്ര പ്രചാരം ശ്രദ്ധിച്ച ഈ സമയത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം അമലുകൾ ചെയ്ത് റബ്ബിലേക്ക് പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ച്, ടെക്നോളജി ഉപയോഗിച്ച്, ഇത്തരം വിവരങ്ങൾ അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് നാളെ റബ്ബിനോട് പറയാലോ, എൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഞാൻ നിന്റെ മേൽ ധാരാളം ദിക്ർ ചൊല്ലാനുള്ള ക്ലാസ്സുകളും വീഡിയോസുകളും കണ്ട് ധാരാളം ഖുർആൻ ഓതിയിട്ടുണ്ട്, ഞാൻ ധാരാളം അമലുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇത്തരം മീഡിയകൾ ഉപയോഗിച്ചാണ് ഞാൻ അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയത്. പുതിയ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. ഇതെല്ലാം ഉപയോഗിച്ച് ഹറാമ് കാണുന്ന കാലത്ത്, ഇതെല്ലാം ഉപയോഗിച്ച് അശ്ലീലത കാണുന്ന സമയത്ത്, ഇതെല്ലാം ഉപയോഗിച്ച് ഹറാമിന്റെ ബന്ധങ്ങളിൽ അഭിരമിക്കുന്ന ഈ കെട്ടകാലത്ത് ഞങ്ങളൊക്കെ അത് ഈ നല്ല രൂപത്തിലാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നാളെ റബ്ബിനോട് പറയാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഏതാണ് ആ ചൊല്ലേണ്ട അമല്? ആ 7 തവണയായി ചൊല്ലേണ്ട 10 കാര്യങ്ങൾ ഏതാണെന്ന് പറയുകയാണ്. ഇത് മഹാനരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത വലിയ ഫലമുള്ളതാണ്. അപ്പൊ ഖളിർ നബിക്ക് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുവഴി ഒരുപാട് മഹാന്മാർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സൂഫി വര്യന്മാരൊക്കെ പതിവാക്കിയ വലിയ ഫലമുള്ള ഒരു 10 കാര്യങ്ങളാണ് ഈ 10 കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അത് ഏതാണെന്ന് പറയുന്നുണ്ട്. ആദ്യമായിട്ട് ചൊല്ലേണ്ടത് ഫാത്തിഹത്തുൽ കിതാബ് 7 മറാത്ത്. ഫാത്തിഹ 7 തവണ ചൊല്ല എന്നുള്ളതാണ്. ആദ്യം ചൊല്ലേണ്ടത് ഫാത്തിഹ 7 തവണ. അപ്പൊ ഫാത്തിഹ 7 തവണ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി 7 തവണ, ആയത്തുൽ കുർസി 7 തവണ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓതുക. അപ്പൊ ഫാത്തിഹ 7 തവണ ഓതുക, ആയത്തുൽ കുർസി 7 തവണ ഓതുക, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 7 തവണ ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ് 7 തവണ ഓതുക. ആ സൂറത്ത് മുഴുവനായിട്ട് ഓതാനാണ്. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് എന്നുള്ളത് 7 തവണ ഓതുക, ഖുൽ അഊദു ബി റബ്ബിൻ നാസ് എന്നുള്ളത് 7 തവണ ഓതുക. അത് കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ളത് 7 തവണ. എന്താ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ളതിന്റെ പ്രത്യേകത എന്താ? അത് ഏറ്റവും മഹത്തായ ദിക്റുകളാണ് അതിൽ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഏറ്റവും മഹത്തായ ദിക്റുകളാണ് അല്ലേ? നിസ്കാരത്തിന് ശേഷം 33 തവണ ചൊല്ലാൻ വേണ്ടി പറഞ്ഞ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതല്ലേ നമുക്ക് മരിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, കലിമത്തു തൗഹീദ്. മൻ കാന ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആരുടെങ്കിലും അവസാന കലിമത്ത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല, സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും ഫലമുള്ള ഈ 4 ദിക്റുകൾ അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണിത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന നമ്മുടെ വിർദുൽ ലത്തീഫിന്റെ മജ്ലിസിൽ 100 തവണ നാം ഈ ദിക്റ് ചൊല്ലുന്നുണ്ട്. എല്ലാവരും ആ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള 7 തവണ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നുള്ളത് 7 തവണ, അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലിവാലിദയ്യ വലിമൻ ലഹു ഹഖ്ഖുൻ അലയ്യ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ഇത് 7 തവണ. ഇതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. കാരണം ഇത് നമ്മള് പൊറുക്കലിനെ ചോദിക്കണം. ആർക്കാ പൊറുക്കലിനെ ചോദിക്കുന്നത്? എനിക്ക്. അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലിവാലിദയ്യ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഞാനുമായി ബന്ധമുള്ള ആളുകൾക്കും ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക്, മുസ്ലിമീങ്ങൾക്ക്, മുസ്ലിമാത്തുകൾക്ക്, അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക്, മരണപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം. ഇത് നമ്മൾ സാധാരണ വെള്ളിയാഴ്ച പള്ളിയിൽ ഖത്തീബ് മിമ്പറിൽ കയറി ഖുത്ബ ഓതുമ്പോൾ അവസാനം ദുആ ചെയ്യുന്ന ദുആയിൽ പെടുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ഇങ്ങനെ എല്ലാ ഖത്തീബുമാരും ദുആ ചെയ്യും. അതില് നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടുമെന്നുള്ളത് ഉറപ്പാ. എന്താ കാരണം എന്ന് വെച്ചാല് നമ്മൾ നമുക്ക് വേണ്ടിയല്ല ചോദിക്കുന്നത്, നമ്മൾ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും, മുസ്ലിമാത്തുകൾക്കും, മുസ്ലിമീങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയാണ് ചോദിക്കുന്നത്. അതിന്റെ കൂട്ടത്തിലാണ് ഈ സാധുവാ എന്നെ ഉൾപ്പെടുത്തണേ എന്ന ഒരു മനസ്സറിഞ്ഞുള്ള ദുആ. അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാവർക്കും കൂടെ ചോദിക്കുന്ന ആ ചോദ്യത്തിന് വലിയ ഫലമുണ്ടെന്നാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം. ഞാൻ ഇന്ന് വരെ ദുആ ചെയ്യുമ്പോൾ എൻ്റെ ഉസ്താദിനും എൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യാതെ, എൻ്റെ ഉസ്താദ് മരണപ്പെട്ട് വഫാത്തായതിനു ശേഷം, മാതാപിതാക്കൾ വഫാത്തായതിനു ശേഷമൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടല്ലാതെ ഞാൻ ഒരു കാര്യം അല്ലാഹുവിനോട് ചോദിച്ചിട്ടില്ലാന്ന്. അപ്പൊ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടാനുള്ള കാരണമാണ്. ഏത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട്, ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി ദുആ ചെയ്യാന്നുള്ളത് അത് ഉത്തരം കിട്ടാനുള്ള വലിയൊരു കാരണമാണ്. അപ്പൊ ഇത് വലിയ ഫലമുള്ള ഒരു ദിക്റും കൂടെയാണ്, ഒരു ദുആയും കൂടെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലിവാലിദയ്യ വലിമൻ ലഹു ഹഖ്ഖുൻ അലയ്യ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്തി എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഫ്അൽ ബി വബിഹിം ആജിലൻ വആജിലൻ ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ മാ അൻത ലഹു അഹ്ൽ വലാ തഫ്അൽ ബിനാ യാ മൗലാനാ മാ നഹ്നു ലഹു അഹ്ൽ ഇന്നഹു ഗഫൂറുൻ ഹലീം ജവാദുൻ കരീം റഊഫുർ റഹീം എന്നുള്ളത് 7 തവണ. ഇപ്പൊ എത്ര കാര്യമായി? ഇപ്പൊ 10 കാര്യങ്ങളായി. 1 ഫാത്തിഹ, 2 ആയത്തുൽ കുർസി, 3 ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, 4 ഖുൽ ഹുവല്ലാഹു അഹദ്, 5 ഖുൽ റബ്ബിൽ ഫലഖ്, 6 ഖുൽ അഊദു റബ്ബിൻ നാസ്, 7 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിന്റെ ഇടയ്ക്കൊന്ന് വിട്ടുപോയിരുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അത് പറഞ്ഞിരുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലിവാലിദയ്യ എന്നുള്ളത്. അത് കഴിഞ്ഞ് അല്ലാഹുമ്മ ഫ്അൽ ബി വബിഹിം ആജിലൻ വആജിലൻ എന്നുള്ളത്. ഇപ്പൊ 10 കാര്യങ്ങളായി. ഈ 10 കാര്യങ്ങൾ 7 തവണ ചൊല്ലാനുള്ളതാണ്. അപ്പൊ ഈ 10ഉം 7 തവണ ചൊല്ലണം. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് അൽ മുസബ്ബഅത്തുൽ അശ്ർ എന്ന് പേര് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അപ്പൊ വിഷയങ്ങൾ മനസ്സിലായല്ലോ. അൽ മുസബ്ബഅത്തുൽ അശ്ർ മഹാനരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിദർ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴി ഒരുപാട് മഹാന്മാരിലേക്ക് എത്തി. ആ മഹാന്മാരൊക്കെ ജീവിതത്തിൽ പതിവാക്കിയത്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠത ഏതൊരു
രൂപത്തിൽ പതിവാക്കലാണ്? അത് എല്ലാ ദിവസവും, അത് രാവിലെയും വൈകുന്നേരവും പതിവാക്കലാണ്. രാവിലെയും വൈകുന്നേരവും പതിവാക്കുമ്പോൾ തന്നെ അതിന്റെ സമയം എപ്പോഴാണെന്ന് പറഞ്ഞു. ഇനി അതിന് കഴിയാത്തവർ ദിവസത്തിൽ ഒരിക്കലെങ്കിലും പതിവാക്കുക. അതിനും കഴിയാത്തവർ ആഴ്ചയിലൊരിക്കൽ, അതിനും കഴിയാത്തവർ മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി ഇത് പതിവാക്കിയവർക്ക് ലഭിക്കാവുന്ന വലിയ നേട്ടങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും അവന് ഒരുപാട് ഖൈറാത്തുകൾ ലഭിക്കുമെന്നാണ്. അവന് ദുനിയാവിലും ആഖിറത്തിലും അവൻ പരാജയപ്പെടൂല. അത് ആർക്ക് ലഭിക്കുന്നതാണ്? ഇത് മുവാളബത്ത് ചെയ്യുന്നവർ, ഇതിനെ ദായിമാക്കുന്നവർ, ഇതിനെ മൻ വാളബ അലൈഹ, ഇതിന്റെ മേലെ ആരെങ്കിലും ദായിമാക്കി കൊണ്ടുവന്നാൽ, ഇത് വിർദായി കൊണ്ടുവന്നാൽ, വിർദായി കൊണ്ടുവരിക, റാത്തിബായി കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് പതിവായി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പതിവായി ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഒരാളത് ചെയ്യാൻ വേണ്ടി കരുതുന്നത് രാവിലെയും വൈകുന്നേരമാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം. ഇനി ആഴ്ചയിലൊരിക്കൽ, എനിക്ക് തോന്നുന്നു പ്രയാസമുള്ളവർക്കൊക്കെ വെള്ളിയാഴ്ച ദിവസം ഏറ്റെടുത്താൽ മതി. എന്നാൽ എല്ലാ വെള്ളിയാഴ്ച ഇത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ മൻ വാളബ അലൈഹ, ഇത് പതിവായി കൊണ്ടുവരുന്ന രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഒറ്റ വെള്ളിയാഴ്ച ഒഴിവാക്കാതെ ചെയ്തു കഴിഞ്ഞാല് ദുനിയാവിലും ആഖിറത്തിലും അവനെ പരാജയം തൊട്ടതിയുണ്ടൂല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഇത് ഏറ്റെടുക്കുന്നവർക്ക്, ഇത് ചെയ്യുന്നവർക്കും ചെല്ലുന്നവർക്കും ലഭിക്കുന്ന വലിയ മഹത്തായ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അല്ലാ യക്തുബ ശൈഅൻ മിന സയ്യിആതി ഇലാ സന, ഒരു വർഷം വരെ അവന്റെ ദോഷങ്ങളൊന്നും എഴുതരുത് എന്ന് ഇടതുഭാഗത്ത് എഴുതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളോട് കൽപ്പിക്കപ്പെടുമെന്നാണ്. നമ്മുടെ വലതുഭാഗത്ത് നന്മകൾ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരും ഇടതുഭാഗത്ത് തിന്മകൾ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. അപ്പൊ ഇടതുഭാഗത്ത് തിന്മകൾ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളോട് കുറച്ചു കാലത്തേക്ക് എഴുതരുത് എന്ന് കൽപ്പിക്കപ്പെടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളൊക്കെ നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. ദോഷങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വയർഫഉല്ലാഹു സുബ്ഹാനഹു വ തആല അൻഹു ഗളബഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൊട്ട് അവന്റെ കോപത്തിനെ ഉയർത്തിക്കളയും, മാറ്റിക്കളയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ദുആ പതിവാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ പതിവാക്കണം. എന്താ പതിവാക്കണം എന്ന് പറയാൻ കാരണം, ഈ ദുആ എന്ന് പറഞ്ഞാൽ അന്ന ഹാദിഹിൽ ഔറാദ മുസ്തമിലത്തുൻ അലാ ഖുർആനിൻ വ ദുആഇൻ വ സ്വലവാത്തിൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഖുർആൻ കൊണ്ടും ദുആ കൊണ്ടും സ്വലാത്ത് കൊണ്ടും ഉൾക്കൊണ്ട ഒരു മഹത്തായ വിർദായത് കൊണ്ട് തന്നെ ഫയജിബു അലൈക, ഇത് വളരെ അദബോടുകൂടെ മഅൽ അദബി വൽ ഖുശൂ', അദബോടും ഖുശൂഅോടും ഭയഭക്തിയോടും കൂടെയാണ് ഇത് ചെയ്യേണ്ടത്, ചൊല്ലേണ്ടത്. അപ്പൊ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ധാരാളമായിട്ട് അമലുകൾ ചെയ്യുക, ചൊല്ലുക. നാം ചൊല്ലിയാൽ, നാം ചെയ്താൽ അതിന്റെ ഫലം നമ്മുടെ മക്കൾ എങ്ങനെ ജീവിക്കുകയാണെങ്കിലും അല്ലാഹു ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, നമ്മുടെ ദുആ കേൾക്കുന്നുണ്ടല്ലോ. മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളാണ് എന്നോട് പലരും പല വിഷയങ്ങളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ലഹരിക്കടിമപ്പെട്ട മക്കളെ, അനാവശ്യ പ്രണയ ബന്ധങ്ങളിലൊക്കെ പെട്ടവര്, അല്ലാഹുവേ അവർക്കൊക്കെ നീ വലിയ മോചനം നൽകണം അല്ലാഹ്. ആ ഹറാമിന്റെ ബന്ധങ്ങളിൽ നിന്ന് നീ അകറ്റണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇത്തരം വെറുതുകളൊക്കെ പതിവാക്കുക, ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല